ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ജൂലൈ 20 നടന്ന പ്രതിഷേധ മാർച്ചിനിടെ പൈലറ്റ് ഗണ്ണുകൾ നിയമവിരുദ്ധമായി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് കമ്മീഷൻ 2 ദിവസത്തിനുള്ളിൽ സേനയുടെ ഡയറക്ടർ ജനറലിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പൈലറ്റ് ഗണ്ണുകളും ഇലക്ട്രിക് ഷോക്ക് ആയുധങ്ങളും പ്രയോഗിച്ച് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞതായി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പൈലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുകയും അവ പ്രയോഗിച്ച സ്ഥലങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അന്വേഷണ കമ്മീഷൻ അറിയിച്ചതായി അധികൃതർ പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം RAF 5 റൗണ്ട് പെലറ്റ് ഗൺ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിൽ ഒരു RAF ഉദ്യോഗസ്ഥനാണ് ഈ 5 റൗണ്ട് മുതൽ 7 റൗണ്ട് വരെ പ്രതിഷേധക്കാർക്ക് നേരെ പെലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 2-3 പ്രതിഷേധക്കാർക്ക് പെലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. പരിക്കേറ്റവരിൽ ഒരാളായ ഇർഷാദ് തന്റെ ശരീരത്തിൽ നിരവധി പെലറ്റ് മുറിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. തന്റെ പരിക്കുകൾ പരിശോധിച്ചാൽ ശരീരത്തിലും മുഖത്തും കഴുത്തിലും തോളിലുമായി ധാരാളം പെലറ്റുകൾ ഉള്ളത് വ്യക്തമാണ്. അതിനാൽ ഡോക്ടർമാർ ആ പെലറ്റുകൾ നീക്കം ചെയ്തു. ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ പെലറ്റ് ഗൺ വിവാദത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട്. ജൂലൈ 20 നടന്ന CJP പ്രതിഷേധത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജന്തർ മന്ദിർ പ്രതിഷേധത്തിനിടെ ഡിഫ്ലക്ടർ ബാരൽ ഘടിപ്പിച്ച പ്രത്യേക പൈലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ. എന്നാൽ ഈ ആയുധം നിരോധിച്ചിട്ടില്ലെന്നും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് നൽകിയിട്ടുള്ള ആയുധ ശേഖരത്തിന്റെ ഭാഗമായി ഇത് തുടരുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമായി പറയുന്നുണ്ട്. ആക്രമണശക്തമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പ്രതിഷേധത്തിനിടെ ഈ ആയുധം പ്രയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം കേന്ദ്രീകരിക്കാനാണ് റിപ്പോർട്ട്. അതേസമയം പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനിടെ പൈലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യാഴാഴ്ച ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഡൽഹി പോലീസ് ഉപയോഗിച്ചിട്ടില്ല, RAF ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ആരോപണങ്ങളും റിപ്പോർട്ടുകളും തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാജവുമാണെന്ന് വിശേഷിപ്പിച്ച പോലീസ് തെറ്റായ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൂടാതെ RAF ഉദ്യോഗസ്ഥർക്ക് എതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. കാരണം ഈ പൈലറ്റ് ഗണ്ണുകൾ അങ്ങനെ സാധാരണഗതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസ് ആദ്യം ചെയ്യുന്നത് ജലപീരങ്കി, അതിനുശേഷം ലാത്തി ചാർജ്, അതിനുശേഷം ഗ്രനൈഡ്, ഷെല്ലുകൾ അല്ലെങ്കിൽ കണ്ണീർ വാതകം ഉൾപ്പെടെയുള്ളതായിരിക്കും പ്രയോഗിക്കുന്നത്. ഒരു കാരണവശാലും പൈലറ്റ് ഗണ്ണുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടുന്നതല്ല. അതിനുള്ള ഒരു അനുമതിയും ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നൽകില്ല. ഒരു അത്യാവശ്യമായ ഘട്ടത്തിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് രാജ്യദ്രോഹികളുടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ സമയത്ത് മാത്രമേ ഈ പൈലറ്റ് ഗണ്ണുകൾ സ്വാഭാവികമായി പോലീസ് അല്ലെങ്കിൽ സൈന്യം ഉപയോഗിക്കാറുള്ളൂ. അത് വിദ്യാർത്ഥികളുടെ നേരെ ഉപയോഗിച്ചതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി നിൽക്കുന്നത്. കൂടാതെ ചില വിദ്യാർത്ഥികൾ പറയുന്നത് ഈ ബാരിക്കേഡിലൊക്കെ കറണ്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബാരിക്കേഡ് തള്ളിയിടാനായിട്ട് ശ്രമിച്ച സമയത്ത് നമുക്ക് ഷോക്ക് അടിച്ചു എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാലും CJP വിദ്യാർത്ഥികൾക്ക് നേരെ, അതായത് പാറ്റ പ്രവർത്തകർക്ക് നേരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഈ പാറ്റ സമരത്തിന്റെ കൂടെ ചില രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധർ ഇതിന്റെ കൂടൊപ്പം നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത്. അത് നേരത്തെ തന്നെ വാങ്ചുക്കും അടക്കം പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ CJPയുടെ കൂടെ ഈ പാറ്റ സമരത്തിന്റെ കൂടെ ചില രാജ്യവിരുദ്ധർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള കലാപങ്ങൾ അടിച്ച് വിടുന്നുണ്ട്. കൂടാതെ ഗുണ്ടകളടക്കം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നടക്കം നേപ്പാളിൽ നിന്നടക്കം മോദിയെ അട്ടിമറിക്കാനായിട്ടുള്ള കുറെ നീക്കം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നാനാഭാഗങ്ങളിൽ നിന്നടക്കം ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നടക്കമുള്ള ചില സൂചനകളും അന്ന് വാങ്ചുക്ക് മുന്നോട്ട് പറയുന്നുണ്ടായി. അത് കേന്ദ്ര സർക്കാരിനടുത്ത് തന്നെ അന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്.